ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അതുകൊണ്ടാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത്. അത് CPIM എങ്ങനെ ഇത്തരം സംഭവങ്ങളെ കാണുന്നു എന്നതിന്റെ തെളിവാണ്. ഇത്തരം ആളുകൾക്ക് CPIM-ന്റേതായ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല. തെറ്റുകാരെ പാർട്ടി വെച്ചുപൊറുപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം തെറ്റുകാർക്കെതിരെ നടപടിയെടുത്തിട്ടും ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ശ്രമം വിവിധ കോണുകളിൽ നിന്നുണ്ടാവുന്നുവെന്ന് ഇന്ന് മുഖ്യമന്ത്രി കാസർകോട്ട് പറഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ ഹൃദയം എടുക്കാനാണ് ചിലരുടെ നീക്കമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ആരോപിക്കുന്നു. എടുത്ത നടപടികൾ ഇരകളുടെ കുടുംബങ്ങൾക്കു കൂടി ബോധ്യപ്പെട്ടതാണോ എന്ന് മുഖ്യമന്ത്രി അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, ഇരകളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ കൂടി മുഖ്യമന്ത്രി തയ്യാറായില്ല. എന്തുകൊണ്ടാകും ആ കുടുംബങ്ങളെ മുഖ്യമന്ത്രി സന്ദർശിക്കാതിരുന്നത്? അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് 2 ആയുധങ്ങൾ കൂടി കണ്ടെടുത്തിരിക്കുന്നു. ആദ്യം കണ്ടെടുത്തത് തുരുമ്പിച്ച ആയുധങ്ങളാണെങ്കിൽ ഇന്ന് കണ്ടെടുത്തതിൽ പുത്തൻ ആയുധവും. പ്രാഥമിക അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടുവെന്ന ഇരകളുടെ കുടുംബങ്ങളുടെ പരാതി നിലനിൽക്കെ അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയല്ലേ എന്നാണ് സ്പെഷ്യലിസ്റ്റ് എന്ന് പരിശോധിക്കുന്ന നമ്മളോടൊപ്പം അതിഥികളായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാൽ, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, രാഷ്ട്രീയ നിരീക്ഷകൻ K വേണു എന്നിവർ ചേരും. കൂടാതെ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണൻ ചർച്ചയുടെ തുടക്കത്തിലുണ്ടാകും. ഈ ചർച്ചയുടെ തുടക്കത്തിൽ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണൻ ആദ്യം തന്നെ ചേരുന്നുണ്ട്. ആദ്യം കൃഷ്ണനിലേക്ക്. ശ്രീ കൃഷ്ണൻ, ഈ താങ്കളെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായ സംഭവം നടന്നിട്ട് ആദ്യമായാണ് മുഖ്യമന്ത്രി കാസർകോട്ട് എത്തിയത്. ഇന്ന് രാവിലെ അദ്ദേഹം നിങ്ങളുടെ കുടുംബം സന്ദർശിക്കുമെന്ന വാർത്തയുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം സന്ദർശിക്കാതെ മടങ്ങി. എന്തുകൊണ്ടാണ് അത് എന്നാണ് താങ്കൾ കരുതുന്നത്? വളരെ ദുഃഖകരമായിട്ട് ചെയ്യാറുണ്ട്. അതിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് വന്നില്ല. അതുകൊണ്ട് വെച്ചാൽ അത് വരാതിരിക്കാൻ കാരണം ഈ കൊലപാതകത്തിൽ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായതിനെ കൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരാതിരുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ പ്രാദേശിക തലം എന്നൊക്കെ പറയുമ്പോൾ അത് ജില്ലാതലം എങ്ങനെയാണ്, ഏത് തലം വരെയാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ജില്ലാ നേതൃത്വം പ്രാദേശിക നേതൃത്വത്തിൽ പങ്കുണ്ടാകൊണ്ട് പിന്നെ കൊണ്ട് വന്നാൽ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കും അയാൾ വരാതിരുന്നത്. മുഖ്യമന്ത്രി വരും, പിന്നെ കേരള മുഖ്യമന്ത്രി വരേണ്ടതായിരുന്നു. അവിടെ മുഖ്യമന്ത്രി എത്തിയാൽ അവിടെ സംഘർഷ സാധ്യത ഉണ്ടാകുമെന്ന് വാർത്തകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി വരാതെ പോയത്. അവിടെ ഈ സംഭവത്തിന് ശേഷം ചില അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കില്ലേ മുഖ്യമന്ത്രി വരാതിരുന്നത്? സംഘർഷ സാധ്യതയുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഇഷ്ടംമാരെ എങ്ങനെയായിട്ടും നീക്കിയിട്ട് വരാമല്ലോ. വരാതിരുന്നതിൽ വളരെ ദുഃഖകരമായിട്ട് കുടുംബത്തിനാണ്. ഇപ്പോഴത്തെ ഈ പോലീസ് അന്വേഷണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ അന്വേഷണത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? വിശ്വാസമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ പിടിച്ചെടുത്തേക്കിൽ ആയുധമൊന്നും വെട്ടിയ ആയുധമൊന്നുമല്ല, കൈമ കൂടെ വെട്ടിയത്. എൻ്റെ മോൻ്റെ തലക്കാണ് കൈമ വെട്ട, അതങ്ങ് താഴത്തിൽ പോയിട്ട് തലച്ചോടിച്ചതറിയുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മകൂട് വാളുകൊണ്ട് വെട്ടി കഴിഞ്ഞാൽ ശരിക്കും പൊളക്കേണ്ടതല്ലേ, കൈമകൂട് വെട്ടിക്കൊണ്ടാണ് തലച്ചോറിലേക്ക് ആയത്തിലെത്താൻ കാരണം. റൈറ്റ്. ഇപ്പോൾ ഈ 7 പേരോളം കൃഷ്ണൻ ശ്രീ 7 പേരോളം അറസ്റ്റിലായിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം വരാത്തതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ട്? ഈ ആയുധങ്ങൾ തെളിവുകൾ കണ്ടെടുത്തതല്ലാതെ മറ്റെന്തെങ്കിലും കാരണം? പ്രതികളെ ഇപ്പോൾ കുറച്ചാളെ പിടിച്ചിട്ടുണ്ട്. ആ പ്രതികളല്ല, ഇത് ഗുണ്ടകളാണ്. ഇത് വാടക കൊലയാളികളാണ് ചെയ്തത്. പക്ഷേ ഇവരിത് ഇങ്ങനെ ഇതാക്കി വെക്കുന്നു. അത് വാടക ശരിക്കും അന്വേഷണം പോയാലേ വാടക കൊലയാളികളെ ഈ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും. ശരി കൃഷ്ണ, ഒരു കാര്യം, ഇപ്പോൾ അന്വേഷിക്കുന്ന ലോക്കൽ പോലീസ് അല്ല, ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ച് കുറെ കൂടി വിദഗ്ധരായ അന്വേഷണ സംഘമാണ്. അതിലും വിശ്വാസമില്ല എന്നാണ്? ക്രൈംബ്രാഞ്ച് എന്ന് വെച്ചാൽ ക്രൈംബ്രാഞ്ചിനും ഇവിടുത്തെ പോലീസ് ഉത്തരപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ശരിക്ക് അന്വേഷണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാർക്ക് തന്നെ പിടിക്കാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. എന്നുവെച്ചാൽ അത്ര ഉന്നത പോലീസുകാർ നമ്മളിലുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ പേരൊക്കെയെന്ന് വെച്ചാൽ രണ്ടും ഒരേപോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ ഈ പ്രതികളെ ഫുള്ള് പിടിച്ചിട്ട് ആട്ടി. ഇതുവരെ എത്തിയിട്ട് എല്ലാവരും നമ്മൾ പറഞ്ഞ പ്രതികളെയൊന്നും തമിശം പറഞ്ഞ പ്രതികളെ ആരെയും പിടിച്ചിട്ടൊന്നുമില്ല. എൻ്റെ മോനോട് വിരോധമില്ലേ
ഒരു 4 പേരുണ്ട് ശരിക്കും വിരോധം. അവരാണ് ഈ എൻ്റെ മന ഇതിൽ കൊടുക്കണമെന്ന് താല്പര്യപ്പെട്ടവർ ഇവരാണ്. വത്സരാജും അച്യുതനും ഓമനക്കുട്ടനും രവി ഓട്ടോറിക്ഷ ഡ്രൈവ് ചെയ്യാൻ ഓനും കൂടിയിട്ടാണ് എൻ്റെ മോനെ എൻ്റെ മോൻ്റെ അവരെ മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ വത്സരാജ് പറഞ്ഞിട്ടുണ്ട് ഒരു ഹർത്താലിന് അങ്ങനെ ബന്ധാക്കാൻ വേണ്ടി പറഞ്ഞതിന് നീ എന്നെ കണ്ടോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെക്കൻ അവനോട് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല അവരെ ആരെങ്കിലും അന്വേഷിച്ച് പറയുന്നത് അവന് ഭയങ്കര കളി നല്ല ഇതുണ്ടായി. ഇപ്പോൾ മാത്രമേ പറയുന്നില്ല അവന് ഭയങ്കര കളി, കുറച്ച് കളിയുണ്ട് കൂടുതൽ നല്ല പറഞ്ഞുകൊണ്ടായി. ഇവരെ അത് വെളിപ്പെടുത്തുന്നില്ല എന്ത് ഇവരെല്ലാം ശ്രീകൃഷ്ണൻ ഈ പറയുന്ന ആളുകളെല്ലാം CPM-കാരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? CPM പ്രവർത്തകരാണോ? അതെ, CPM മെമ്പറാണ് ഈ 3 പേര്. ബൽസിന് മെമ്പറല്ല. ബൽസൻ CPM-ൻ്റെ ഏറ്റവും വലിയ പൈസക്കാരനാണ്. CPM പൈസക്കാരനല്ല കിട്ട ഏകദേശം കുത്തകാരെ മുതലാളിയാണ്. ഓനെ ഇത്ര ഈ പൈസയും ഈ വാടക കൊലയാളികൾ കൊണ്ട് പൈസയും ചിലവാക്കിയെന്നാണ് സംശയം. ചിലവാക്കിയിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. ഇത്ര തുക ഞാൻ തട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കാത്തിരുന്നതാണ്. എന്ന് വെച്ചാൽ അന്ന് രാത്രി ചെയ്യേണ്ട അറ്റാക്കാണ് പിറ്റേസം രാത്രിക്കായത്. പക്ഷെ അന്ന് അവർ ഇവിടെ ഉത്സവമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഫുള്ള്. എൻ്റെ അമ്മ വരുമ്പോൾ രാവിലെ വെളിയേറാനായിട്ട് വന്നിട്ട് കിടന്നതാണ്. അപ്പോൾ മറ്റും പോയിട്ടുണ്ടായില്ല എന്നാണ് താമസിച്ചു. ഇവിടെ തന്നെ കിടന്നിട്ടുണ്ടാവും തറവാടന്ന് അവരെ കിടന്ന്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാതെ പ്രശ്നം കൊണ്ട് പിറ്റേ ദിവസം ചെയ്ത്. അതുമാത്രമല്ല ശാസ്ത്രകാരൻ്റെ 10-25 വണ്ടി മാറ്റി വെച്ചിരുന്നല്ല അത് കാരണം. പിന്നെ അവൻ്റെ പണിക്കാർക്കൊക്കെ 2 തിങ്കളും ചൊവ്വയും ലീവ് എന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്, 100 പണിക്കാർക്ക്. അപ്പോൾ അതിൻ്റെ എല്ലാം തെളിവ് ഇപ്പം ശാസ്ത്രകാരന് വലിയ മുഖ്യ പ്രതിയാണ്. അവൻ്റെ വീട്ടിലാരും ഉണ്ടായില്ല. ശ്രീകൃഷ്ണൻ, ഈ ശാസ്ത്ര ഗംഗാധരനെ കുറിച്ച് താങ്കൾ മുമ്പും പറഞ്ഞു. പക്ഷേ ഈ ശാസ്ത്ര ഗംഗാധരൻ്റെ മകനെയും മരുമകനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടുണ്ട്. അത് മകനും ശാസ്ത്രകാരൻ മകനെ ഇതിലില്ല പ്രതി തന്നെ. അച്ഛനുണ്ടല്ലോ, അച്ഛനില്ല. അച്ഛൻ്റെ അറിവോടെ കൂട്ടിയിട്ട് ചെയ്താലേ. അപ്പോൾ ഇങ്ങനത്തെ നാട്ടിൽ ഇത്ര വലിയ കൊലപാതകം നടക്കുമ്പോൾ അച്ഛനെ കൂട്ടുവെക്കാൻ പാടില്ല. അയാൾ ഫുള്ള് അയാൾ പൈസ മുതലിറക്കിയിട്ടുണ്ടാവും. അയാളെ എടുത്ത് വാർത്ത ഇതഞ്ച് 2 ബ്രാഞ്ചാണ്. പിതാവിൻ്റെ ബ്രാഞ്ച് ഏച്ചിനടക്കാണ്. എൻ്റെ മകനും ഈ സർത്താലിലെ ഈ ബ്രാഞ്ചിലാണ്, കല്ലൂട്ട് ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ച് തന്നെ വേറെയാണ്. അപ്പോൾ പിന്നെ ആദ്യത്തെ ബ്രാഞ്ചിലത്തെ ഈ ബ്രാഞ്ചിൽ വന്ന് ചെയ്യണമെങ്കിൽ ഈ ബ്രാഞ്ചുകാരായിട്ടുള്ള അങ്ങോട്ടും വലിയ ബന്ധം ഇതിലുണ്ട്. അത് ഉന്നത അന്വേഷണമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ വത്സരാജെല്ലാം ശരിക്കും അറിയും ഈ കൊലപാതകം നടത്തുന്നത്. ഒരു ബ്രാഞ്ചിൽ നടന്ന സംഭവം മറ്റൊരു ബ്രാഞ്ചിലുള്ളവർ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ, അത് ഈ കൊലപാതകം നടത്തിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ ഗൂഢാലോചന ഏത് തലം വരെ നടന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന ജില്ലാ തലത്തിൽ വരെ കൂടാനുണ്ട്. മേത്തിലോട്ട് അറിഞ്ഞു വന്നപ്പോൾ നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ല. ജില്ലാ തലത്തിലുള്ള കൂടാനില്ലെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജില്ലാ തലത്തിൽ നിന്നല്ല മേലോട്ട് പോകും. അതിപ്പോൾ അല്ലല്ലോ അവർ ആ തമ്മിൽ ബന്ധമാണെന്നുണ്ടാവും. അവർ ഇരുന്ന് പ്രാദേശിക ഇങ്ങനെ ലോക്കൽ കമ്മിറ്റി പോയി ജില്ലാ കമ്മിറ്റിയിലേക്ക് പോയി അങ്ങനെയല്ല കളിയാണ് ഇത്. അവരെല്ലാം കൂടി ഒരു ചെയ്തോന്നില്ല ഒരു വാഗ്ദാനം കൊടുക്കാണ്ട് ഇത്ര ധൈര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാടക കൊലയാളികളെ കൊണ്ടുവന്നിട്ടൊന്നും ഒരു 2 ചെറുപ്പക്കാരെ വെട്ടി കൊല്ലാൻ പറ്റില്ല. അതായത് കൃഷ്ണൻ, ഈ അറസ്റ്റിലായവർ കൊല നടത്തിയിട്ടില്ല, അവരല്ല കൊല നടത്തിയതെന്നാണ് താങ്കൾ പറയുന്നത്? അറസ്റ്റ് ചെയ്തവർ കൊല ചെയ്തവരല്ല. പക്ഷെ അവരെല്ലാം ഇതിൻ്റെ ആൾക്കാരനെ. പക്ഷെ കൊല ചെയ്തത് പുറത്തേത്ത ആളാണ്. അത് സത്യാവസ്ഥ പുറത്ത് വരണമെങ്കിൽ ശരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കെ കുഞ്ഞിരാമൻ MLA-ക്ക് ഇതിൽ ബന്ധമുണ്ടെന്നൊരു ആരോപണം ഈ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ അച്ഛനും താങ്കളും അതുപോലെ ശരത്ലാലിൻ്റെ അച്ഛനൊക്കെ ആരോപിച്ചിരുന്നു. കുഞ്ഞിരാമൻ MLA-ക്ക് ഇതിൽ എന്ത് ബന്ധമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? പുതിയ MLA-ക്ക് ബന്ധമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് അത്ര ഉറച്ച് പറയാനില്ല. പക്ഷേ അപ്പോൾ അയാൾ ഇതുവരെ ഇങ്ങനത്തെ തീവ്രവാദി പ്രസംഗം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. മറ്റാളെന്ന് വെച്ചാൽ തീവ്രവാദി പ്രസംഗം നടത്തുന്ന ആളോടെ ഇപ്പോൾ ഞാൻ മുസ്തഫ നടത്തിയെന്നല്ല ഞാൻ കേട്ട്. അപ്പോൾ ഞമ്മതിന് നമ്മൾ കേൾക്കാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ അതിൽ വന്നേനെ ഞമ്മതൊന്നും കേൾക്കാമെന്നില്ല. അപ്പോൾ തീവ്രവാദി പ്രസംഗം നിങ്ങൾ ഇന്നലെ കേട്ടതല്ലേ, കൈ വെട്ടും തലപ്പം പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ലേ. അപ്പോൾ പിന്നെ കെ.രാമൻ്റെ പ്രസംഗത്തിലല്ലോ ചെയ്തേ, മുസ്തഫാൻ്റെ പ്രസംഗത്തിലല്ലേ ചെയ്തിട്ടില്ലേ. അവൻ്റെ വികാര പ്രസംഗം എല്ലാ ജനങ്ങൾ ഫുള്ള് കേരളം മൊത്തം കേട്ടില്ലേ. ശരി, ഒരു കാര്യം കൂടി ശ്രീകൃഷ്ണൻ, ഒരു കാര്യം കൂടി. നിങ്ങളൊരു CPM പ്രവർത്തകനും അനുഭാവിയുമൊക്കെ ആയിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. എന്നിട്ടും ഈ പാർട്ടിയെ നിങ്ങൾ ഇത്രമാത്രം അവിശ്വസിക്കാൻ എന്താണ് കാരണം? നമുക്ക് ഈ പാർട്ടിയിൽ നമ്മൾ കുറേ കളിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ചെല്ലാം വ്യക്തപാട് അറിയാം. കുറച്ച് ഇതിനെ ചെയ്യിപ്പിക്കുന്നു ചെയ്യുന്നതും പിന്നെ പാർട്ടി ഏറ്റെടുക്കുന്നതിനെ പറ്റിയെല്ലാം കുറച്ചെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നുമില്ല. പാർട്ടിയിൽ ഇപ്പോൾ ഞാൻ മോനാനെ അവർ വെട്ടി ഇല്ലാതാക്കി. ഞാനൊരു CPM പ്രവർത്തകൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല, പാർട്ടിയിൽ പോയിട്ടുമില്ല, രണ്ടിലും പോയിട്ടില്ല. ഞാൻ എൻ്റെ മക്കളായി ഞാനായി എൻ്റെ പണിയായിട്ട് നിന്നാണ്. ഞാൻ കല്യാണം കഴിക്കുന്ന മുതൽ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചവനാണ്.
നമുക്കെല്ലാം അതിനെപ്പറ്റി കുറച്ച് സൂചന അറിയില്ല എങ്ങനെയാണ് പോകുന്നത് ഈ വഴി ബ്രാഞ്ചിൽ നിന്ന് തൊട്ട് ലോക്കൽ തൊട്ട് ജില്ലയിൽ തരത്തിൽ പോയിട്ട് എല്ലാ അന്വേഷണം വന്ന ശേഷം ഇത് എങ്ങനത്തെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ശരി, വളരെയധികം നന്ദി ശ്രീകൃഷ്ണൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് ഈ പ്രതികരിച്ചതിന്. ആദ്യം KN ബാലഗോപാലിലേക്ക്. ശ്രീ KN ബാലഗോപാൽ, താങ്കൾ ഈ മരിച്ച കൃപേഷിൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ട് കാണുമെന്ന് കരുതുന്നു. ഇന്ന് മുഖ്യമന്ത്രി കാസർഗോഡ് എത്തിയപ്പോൾ ഈ കുടുംബങ്ങളെ ഒന്ന് സന്ദർശിച്ചിരുന്നുവെങ്കിൽ അതൊരു നല്ല സന്ദേശം, നല്ലൊരു സൂചന മലയാളി പൊതുസമൂഹത്തിനെങ്കിലും നൽകുമായിരുന്നു. എന്തുകൊണ്ടാണ് അതുണ്ടാവാതിരുന്നത്? ശ്രീ KN ബാലഗോപാൽ. ഇന്ന് അങ്ങനെ ഒരു നല്ല സന്ദേശമായിരുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി അവിടേക്ക് പോകുമ്പോൾ എന്തായാലും മന്ത്രി ചന്ദ്രശേഖരൻ അവിടെ പോയിരുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് തന്നെയാണ് പോയതെന്ന് പറഞ്ഞു. ഇത് ഇല്ലാത്ത കഥ കേരളത്തിലാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങേയറ്റം തെറ്റായ ഒരു രീതിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാധ്യമങ്ങളെല്ലാം അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ആളുകൾക്കറിയാം ഇത്തരം ഒരു കാര്യത്തിനകത്ത് CPMന് സംഘടനാപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇത്തരമൊരു കാര്യം CPM അംഗീകരിക്കുന്നേയില്ല എന്ന് പറഞ്ഞിട്ടും നിരന്തരമായി CPMനെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി അവിടേക്ക് പോകുന്നു എന്നിരിക്കട്ടെ, പോയി കഴിഞ്ഞാൽ അത് വീണ്ടും അവിടെ ഒരു വിവാദവും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാനും അവിടെ നിങ്ങളിതിനകത്ത് ചോദിച്ചതുപോലെ തന്നെ പ്രകോപനം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകളുടെ മധ്യത്തിലേക്ക് പോയിട്ട് അങ്ങനെ ഒരു നാടകത്തിൻ്റെ കാര്യം എന്താ? ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഇപ്പോൾ സാധാരണഗതിയിൽ ടെലിവിഷൻ മാധ്യമങ്ങൾ ഇത്തരം ഒരു കാര്യത്തിനകത്ത് വളരെ വേദനിക്കുന്ന രക്ഷകർത്താവിനെ അവരുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങളും വിഷമവും അവരുടെ മനസ്സിലേക്ക് ആകെ ആശങ്കയും അവരുടെ ആശങ്ക സ്വാഭാവികമായും ഒരു രക്ഷകർത്താവിൻ്റെ ആശങ്ക ന്യായമാണ്. അദ്ദേഹം ഈ കേൾക്കുന്നതും വായിക്കുന്നതും പറയുന്നതും എല്ലാം കേട്ട് ആശങ്ക അങ്ങനെയുള്ള ആളുകളെ അടക്കം കൊണ്ടുവന്നിട്ട് ഇതിനെ കൂടുതൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യം നിൽക്കുമ്പോൾ അങ്ങനെ പോയിട്ട് എന്താ അതുകൊണ്ട് കാര്യം? വളരെ കൃത്യമായി പറഞ്ഞു. ഇപ്പം നമ്മുടെ നാട്ടിലാകെ ചർച്ച ചെയ്യുന്നതാണ് ഇത്തരം ഒരു കാര്യം ചെയ്യുന്ന ആളുകൾ CPM ആണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പാർട്ടിയിൽ ഉണ്ടാവില്ല. CPMൻ്റെ പൊതുവായ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പൊതുവായ ഒരു സമീപനത്തിന് അനുകൂലമല്ല അവരെടുത്ത പ്രവർത്തനം. അവരുടെ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ചെയ്തത് ശരിയല്ല. അതുകൊണ്ട് പാർട്ടിക്ക് ഇതിനകത്ത് ബന്ധമില്ല. അങ്ങനെ ആരെങ്കിലും പാർട്ടിക്കാർ പോയാൽ അവരെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. എത്ര സംഭവങ്ങളിൽ ഇങ്ങനെ കേരളത്തിനകത്തൊരു പകുതിയോളം ആളുകൾ ഇടതുപക്ഷവും പകുതിയോളം ആളുകൾ വലതുപക്ഷവും അല്ലെങ്കിൽ കുറച്ചാളുകൾ BJP ഒക്കെ ഉണ്ട് സമൂഹത്തിനകത്ത്. ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, ചില ആളുകൾ ഇത്തരം ഒരു പ്രവർത്തനത്തിൽ അക്രമ പ്രവർത്തനത്തിൽ സ്വന്തമായി പെട്ടുപോയാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ആകെ മറുപടി പറയണമെന്ന് പറയുന്ന ആവർത്തിച്ച് പറഞ്ഞ് യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നൊരു സമീപനം നടക്കുമ്പോൾ അതിനെ മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നത് ശരിയല്ല. കാരണം ഇങ്ങനൊരു കാര്യം ചെയ്തത് ശരിയല്ല, അതിനെ അപലപിക്കുന്നു, അങ്ങേയറ്റം മോശമായ കാര്യമാണ് എന്ന് കേരളത്തിലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു. വീണ്ടും അതിനകത്ത് ഇത് മനഃപൂർവ്വമാണ് എന്ന് വരുത്തുന്ന വലിയ പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഏറിയും കുറഞ്ഞും പല മാധ്യമങ്ങളിലും അത് പങ്കാളികളാവുന്നുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ ഇതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല അവസരം എന്ന നിലയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിനകത്ത കാര്യം? പോലീസിനും പിന്നെ അന്വേഷണത്തിലും ഒന്നും ഈ പറയുന്ന ആശങ്ക ഉയർത്തുന്നത് മാധ്യമങ്ങൾ മാത്രമല്ലല്ലോ ശ്രീ KN ബാലഗോപാൽ. ഇപ്പോൾ തന്നെ താങ്കൾ കേട്ടതാണ്, ആ കൊല്ലപ്പെട്ട ഒരു യുവാവിൻ്റെ അച്ഛനാണ് ഈ ആശങ്ക ഉയർത്തുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. ഇപ്പോൾ പിടിയിലായവരാണ് കൊല നടത്തിയതെന്ന് അദ്ദേഹം കരുതുന്നില്ല. കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയ കൊലയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു പോലീസ് അന്വേഷണത്തിലോ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലോ പ്രതികളെ കിട്ടുമെന്ന് അദ്ദേഹം കരുതുന്നില്ല. CBI അന്വേഷണത്തിന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ കൊല്ലപ്പെട്ട യുവാവിൻ്റെ അച്ഛനാണ് പറയുന്നത്. ഇത് മാധ്യമങ്ങൾ ഇവർ പറയുന്നത് വിളിച്ചു പറയാതിരിക്കുകയോ അത് പ്രക്ഷേപണം ചെയ്യാതിരിക്കുകയോ ചെയ്യലാണോ മാധ്യമധർമ്മം? ഈ കാര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. ഇവർ പറയുന്ന ഇരകളുടെ കുടുംബങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് പുറത്തേക്ക് പറയേണ്ടതല്ലേ? നിങ്ങൾ അതിനെ എന്തിനാണ് ഭയക്കുന്നത്? ഞങ്ങൾക്കതിനകത്തൊരു ഭയവും ഇതിനകത്തില്ല. ഇക്കാര്യത്തിനകത്ത് ഞങ്ങളുടെ ഇക്കാര്യത്തിനകത്ത് തുറന്ന അഭിപ്രായം പറഞ്ഞാൽ ഏത് പാർട്ടി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ? ഞങ്ങൾ ഈ കാര്യം വന്നപ്പോഴേ പറഞ്ഞു, പഴയ കാര്യങ്ങളും പഴയതൊന്നും ചികഞ്ഞ് ഞങ്ങൾ പറയുന്നില്ല. കാരണം നേരത്തെ ഉള്ളതിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കെന്തെങ്കിലും വേറെ കാര്യം അതിനകത്ത് ഒളിച്ചു വെക്കാനുണ്ടെങ്കിലല്ലേ അങ്ങനെ പറയേണ്ടത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കൊല്ലത്തെ നിങ്ങളുടെ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. എഴുമനങ്ങാടെന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു മാസം മുമ്പ് CPMൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ദേവദത്തനെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. ഒരു കോൺഗ്രസ് അനുഭാവിയായ, നേരത്തെ ചില കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പോയി അല്പം അവിടെ ചില അടിപിടി കേസുകളൊക്കെ പോകുന്ന ഒരാളായിരുന്നു പ്രതി. അയാൾ അവിടുത്തെ ചില
അവിടെ കുറച്ച് ചാരായ വാറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള സ്ഥലത്താണ്. അവിടുത്തെ ചില പ്രശ്നം ഉണ്ടാക്കിയ സംബന്ധിച്ച് ഈ പറഞ്ഞ പ്രതിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇയാൾ കുറച്ച് ദിവസം കസ്റ്റഡി കഴിഞ്ഞു, റിമാൻഡിൽ കഴിഞ്ഞു, തിരിച്ചു വന്നിറങ്ങി. അവിടെ ഒരു സൊസൈറ്റി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ട് പിടിക്കാനായിട്ട് പോയിട്ട് വരുന്ന ദത്തനെ മോട്ടോർ സൈക്കിൾ തടഞ്ഞു നിർത്തി അവിടെ വെച്ച് കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സുകാരാണ് ചെയ്തത്, ഗൂഢാലോചനയാണെന്ന് വേണം ഞങ്ങൾക്ക് പറയാം. പക്ഷേ അതൊരു വ്യക്തി അങ്ങനെ ചെയ്തൊരു കാര്യമാണ് എന്ന നിലയിൽ, എന്നാൽ അതിന് വേറെ വല്ല ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, രാഷ്ട്രീയം എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി ആലോചിച്ചിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞില്ല. ആ പ്രദേശം പൗത്രേശ്വരം പഞ്ചായത്താണ്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആ വീട്ടിൽ വന്നു, ഞങ്ങളെല്ലാവരും പോയിരുന്നു. ആ നാട്ടിലെ വലിയ തോതിൽ ആളുകൾ കൂടിയതാണ്. അതിനകത്ത് ഇതാകെ ഗൂഢാലോചനയാണ്, ഇങ്ങനൊരാളല്ല ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഒരു ഇഷ്യൂവിനെ എങ്ങനെയാണ് എടുക്കുന്നത്. ഇതിനകത്ത് ഈ പ്രശ്നത്തിനകത്ത് വ്യക്തിപരമായ വിരോധം തോന്നിയ ആളുകൾ പാർട്ടി അങ്ങനൊരു കാര്യത്തിന് നിൽക്കുന്നില്ല. അവർ ആ കാര്യം ചെയ്തത് എന്താണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. കുടുംബാംഗങ്ങൾക്കും വീട്ടുകാർക്കും ഇത് അന്വേഷണം ശരിയാവുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും അവിടെ വന്നു, എല്ലാവരും ഇതിനെപ്പറ്റി പറഞ്ഞു. അതുകൊണ്ട് അവർക്കും ആശങ്കയുണ്ടാവും. അവർ പറയുന്ന ആശങ്കയെ ഞാനൊരു കുറ്റവും പറയുന്നില്ല. അവർ ഈ അന്വേഷണ ഏജൻസി ഒന്നും പോരാ എന്ന് പറയുന്നതിനകത്തൊന്നും അവർക്ക് പറയാൻ അവകാശമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു കാര്യത്തിനകത്തൊരു വസ്തുതയില്ല. ഈ കാര്യം വന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അതിനകത്ത് പോലീസ് അന്വേഷിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഈ ഒരു സമീപനം എടുക്കുന്ന കോൺഗ്രസ് പാർട്ടി എടുക്കുന്നു. അത് പല പത്രങ്ങളും ഇതിനകത്തൊരു 3-4 പേജുമായിട്ട് ഇറങ്ങുന്നു. അപ്പം ഞാൻ പറഞ്ഞത് കൊല്ലത്ത് നടന്നൊരു സംഭവത്തെപ്പറ്റി ഞങ്ങളെടുത്ത സമീപനമാണ്. അതിനകത്ത് അത് രാഷ്ട്രീയമായിട്ട് ആലോചിച്ച് വന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആകെ ആലോചിച്ചിട്ട് എടുത്തൊരു ഗൂഢാലോചനയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആലോചിച്ച് ഒരു കോൺഗ്രസ്സുകാരനെ ഇങ്ങോട്ട് വിട്ടിട്ട് CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ കൊലപ്പെടുത്താൻ വേണ്ടി വന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സംഭവത്തെ എങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കേണ്ടതെന്നൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഇതിന് തൊട്ടപ്പുറത്താണ് 5 ഞങ്ങളുടെ സഹാക്കളെ അകത്തിട്ട് കത്തിച്ചു കൊന്ന സംഭവം. ഈ സംഭവം അങ്ങനെ അല്ലാത്തതുകൊണ്ടും ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഈ കൃപേഷിന്റെ അച്ഛൻ ഉന്നയിക്കുന്ന സംശയങ്ങൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ പലർക്കുമുള്ളൊരു സംശയമായതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒറ്റ വെട്ടിന് കൃപേഷിനെ കൊല്ലാൻ കഴിയണമെങ്കിൽ അയാൾ ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം ലഭിച്ച ഒരാളായിരിക്കണമെന്ന കൃപേഷിൻ്റെ അച്ഛൻ്റെ വാദം. ആ അച്ഛൻ്റെ വാദത്തെ നിങ്ങൾ നിഷേധിക്കും. അത്തരമൊരു വാദത്തെ ഒറ്റ വെട്ടിന് ഒരാളെ തലപിളർന്ന് കൊല്ലാൻ ഒരു ട്രെയിനിങ് ലഭിക്കാത്ത ഒരാൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ KN ബാലഗോപാൽ? ഞാൻ ഈ കേസിനകത്ത് ഒറ്റവെട്ടിനാണോ ഇവരെല്ലാം തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങൾ ഞാനും താങ്കളും വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുന്ന കൃപേഷിൻ്റെ അച്ഛനും ഒന്നുമല്ല ആധികാരികമായി പറയേണ്ടത്. അതിനകത്ത് അന്വേഷിക്കുന്ന ആളുകളാണ്. ഒറ്റവെട്ടിനാണോ 2 വെട്ടിന് കൊല്ലാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും ആധികാരികമായി പറയാൻ ഞാനാണല്ലോ, ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ഇതിനകത്തെ വിഷയം ഈ സംഭവം എന്താണ്? സംഭവത്തിനകത്ത് പാർട്ടിക്ക് അറിയാം ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു അപക്വമായ അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോകുന്ന ഒരു സമീപനം എടുക്കുന്ന ആളുകളെപ്പറ്റി ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ ഈ അനുഭവിക്കുന്ന, ഞാനടക്കം ഇരുന്ന് മറുപടി പറയേണ്ടി വരുന്ന തരത്തിലേക്ക് കേരളത്തിലെ പാർട്ടിയെ കൊണ്ടെത്തിക്കുന്ന ഒരു അനുഭാവി പോലും അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പർ പോലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്തു. അത് പാർട്ടി അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ ധരിക്കുന്ന ഇവിടെ പാർട്ടി ആലോചിച്ച് ഇങ്ങനെ പോയി മരണവാറണ്ട് എഴുതി ഒപ്പിട്ടിട്ടെന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. മേളിൽ നിന്ന് ആലോചിച്ച്, ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ച ഒരാളാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനൊരു കാര്യത്തിനകത്ത് അവിടെ ഒരു സംഭവം നടക്കുന്നു, അവർ വ്യക്തിപരമായ അക്കാര്യത്തിനകത്ത് പോകുന്നു, കുറച്ച് ആളുകൾ പോകുന്നു. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. എന്തൊക്കെ തരത്തിലുള്ള ശാസ്ത്രീയമായ അന്വേഷണം നടത്തി കാര്യങ്ങൾ എടുക്കണം. ഞാനൊരു കാര്യം കൂടി പ്രിയപ്പെട്ട സുഹൃത്തിനോട് ശ്രദ്ധപ്പെടുത്താം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് മുത്തൂറ്റ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിലെ പ്രമുഖനായ ഒരു ചെറുപ്പക്കാരൻ വ്യവസായി കുട്ടനാടിനടുത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടു. അന്ന് എന്തൊക്കെ വാർത്തകളായിരുന്നു. കത്തി വേറേത്, പാർട്ടിക്കകത്ത് എന്തൊക്കെ താല്പര്യമുണ്ട്, അങ്ങനെയാണ് കൊലപാതകം ഉണ്ടായത്. അവസാനം എല്ലാം അന്വേഷിച്ചല്ലോ. ഇങ്ങനൊരു കാര്യം വരുമ്പം അനാവശ്യമായിട്ട് തെറ്റായ രീതിയിൽ ആളുകളെ പ്രതിയാക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ പ്രതിയാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരരുത് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ശരി, കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കട്ടെ. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ KN ബാലഗോപാൽ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ KN ബാലഗോപാൽ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആക്ഷേപം, ഞാൻ മറ്റൊരു കാര്യം ഞാൻ മടങ്ങി വരാം. ശ്രീ KN ബാലഗോപാൽ, സാങ്കത്യമുണ്ട്. അതായത് രമേശ് ചെന്നിത്തല സംഭവ സ്ഥലത്ത് എത്തി CBI അന്വേഷണം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഈ കുടുംബം പോലും അങ്ങനെ പറഞ്ഞത്. ആ തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ആവശ്യം കുടുംബാംഗങ്ങളെ ഏറ്റുപിടിക്കുകയായിരുന്നു, അവരുടെ സ്വാഭാവികമായ ആശങ്കയിൽ അത് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. ഇത്തരമൊരു സംഭവം വ്യക്തിവൈരാഗ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെയും അനുമതിയോടെയും നടത്തിയ ഒന്നാണ് എന്ന് വരുത്തി തീർക്കാൻ
മാധ്യമങ്ങളും പ്രതിപക്ഷവും ശ്രമിക്കുന്നുവെന്നാണ് കെ.എൻ. ബാലഗോപാലിൻ്റെ ആരോപണം. കെ.എൻ. ബാലഗോപാൽ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റും അദ്ദേഹം പറഞ്ഞൊരു വാചകവും കടമെടുക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കൊല്ലത്ത് നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്, ഒരു സംഭവത്തെക്കുറിച്ചാണ്. അതും ഇതും അജഗജാന്തര വ്യത്യാസമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ മർഡറിനെ സംബന്ധിച്ച് ഒരു രേഖയുണ്ട് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പക്കൽ. അതിനകത്ത് ഈ പറഞ്ഞ കൊല്ലത്തെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമായി ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളല്ലോ ഭരിക്കുന്നത്, നിങ്ങളുടെ സർക്കാരാണല്ലോ. 1. 2, ഈ കാസർഗോഡ് നടന്നിട്ടുള്ളത് വളരെ കൃത്യമായി പ്ലാൻഡ് മർഡറാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ താങ്കൾ പറയുന്നു ഇതിനകത്ത് പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് തീരുമാനിക്കട്ടെ എന്ന് ഞാനോ അല്ലെങ്കിൽ അജിംസോ അല്ലെങ്കിൽ കൃഷ്ണനോ അല്ല തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു, അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസ് ആദ്യം പറഞ്ഞത് ഈ കൊലപാതകം പ്ലാൻഡ് മർഡറാണ് 1. 2, ഇതിൻ്റെ പിന്നിൽ കൊട്ടേഷൻ സംഘങ്ങളുണ്ട്, ഇതിനകത്ത് ട്രെയിൻഡ് മേർഡേഴ്സ് ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു, കില്ലേഴ്സ് ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു. അവർ സംസ്ഥാനം വിട്ടു പോയതായി സംശയിക്കുന്നു എന്ന് പറഞ്ഞു. അവരെ കർണാടകത്തിലേക്ക് കടന്നതായി സംശയിക്കുന്നു എന്ന് പറഞ്ഞു. കർണാടക DGP സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞത് കാസർഗോഡ് SP ആണ്. കാസർഗോഡ് SP ഇത് പറയുന്ന സമയത്താണ് AKG സെൻട്രൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കൂടിയാലോചന നടന്ന 1 മണിക്കൂർ. അതിനുശേഷം അവർ പറഞ്ഞു പ്രതികളാരായാലും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം തൊട്ടുപിറകെ പോലീസ് പറയുന്നു പീതാംബരൻ മാത്രമാണ് ഇതിലെ ഏറ്റവും വലിയ പ്രതി, അതിന് താഴോട്ടുള്ളവരാണ് ബാക്കിയുള്ളവരെന്ന് പറയുന്നു. അപ്പോൾ AKG സെൻട്രൽ നടന്ന കൂടിയാലോചനയും SP അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മാറിയതും നിങ്ങൾ കൂട്ടി വായിക്കുക. 1. 2, ആ SP പിന്നീട് തൊട്ടുപുറകെ മാറുന്നു. 2ാമത്തെ SP വന്നു. 3ാമതിപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് പാർട്ടി തീരുമാനിക്കുന്ന വഴിയിലൂടെ ഈ അന്വേഷണം പോകണം എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്തുമോ? 1. 2, ഇനി എനിക്ക് സംശയങ്ങളുണ്ട്, അങ്ങനെ തീർത്തു തന്നാൽ മതി. 2, ഈ വിഷയത്തിന് മുമ്പ് താങ്കൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഈ കാസർഗോഡ് SP ആയിരുന്ന ഡോക്ടർ ശ്രീനിവാസ് അദ്ദേഹം ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് SP ആയിട്ടാണ് അദ്ദേഹത്തിന് പുനർനിയമനം. അപ്പോൾ സ്വാഭാവികമായും ഈ കേസ് അദ്ദേഹത്തിൻ്റെ പവ്യൂവിൽ വരും, അദ്ദേഹമായിരിക്കും അതിന് മേൽനോട്ടം വഹിക്കുക, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ഒരിക്കലുമല്ല. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ ശ്രീത്തിനെ വെച്ചിട്ടുണ്ട്, സർക്കാരിന് ഏറ്റവും വിശ്വസനായ ഓഫീസറെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം ശബരിമലയിൽ നടത്തിയതും അദ്ദേഹം വല്ലാർപാട് അവിടെ ശ്രീത്തിൻ്റെ മഠത്തിൽ നടത്തിയ അന്വേഷണമൊക്കെ നമ്മൾ കണ്ടതാണ്. SP സംരക്ഷിച്ചത് നമ്മൾ കണ്ടതാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ എൻ്റെ സംശയമായി നിൽക്കുന്ന 1-2 കാര്യങ്ങൾ കൂടി. VPP മുസ്തഫയുടെ കൊലവിളി പ്രസംഗം നമ്മൾ കണ്ടതാണ് ജനുവരി മാസം 7-ാം തീയതി. അതായത് അവിടെ ഒരു രാഷ്ട്രീയ സംഘടനം, ആകസ്മികമായുണ്ട രാഷ്ട്രീയ സംഘടനത്തിന് പിന്നാലെ അവിടെ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കൊലവിളി പ്രസംഗം നമ്മൾ കണ്ടു. അവിടെ ഒരു അക്രമ സംഭവമായിട്ട് K. കുഞ്ഞിരാമൻ്റെ അവിടുത്തെ MLA K. കുഞ്ഞിരാമൻ്റെ പ്രസംഗം നിങ്ങൾ പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം പറയുന്നു ഞങ്ങൾ പ്രതികളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഇയാൾ പുറത്താക്കി പീതാംബരനെ. ശരി, സമ്മതിക്കുന്നു. പീതാംബരനെ പുറത്താക്കും, പീതാംബരനാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്തി കഴിഞ്ഞ ഉടനെ പീതാംബരൻ്റെ കുടുംബം പറയുന്നു ഇതിനകത്ത് ഞങ്ങളുടെ പീതാംബരൻ ഇത് ചെയ്യണമെങ്കിൽ പാർട്ടി പറഞ്ഞിരിക്കും. തൊട്ടുപിറകെ എന്തിനാണ് നിങ്ങളുടെ മുൻ MLA KV കുഞ്ഞിരാമൻ അവിടെ പോയത്? നിങ്ങൾ എന്തിനായിരണോ? നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ലല്ലോ KV കുഞ്ഞിരാമൻ അവിടെ പോയതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന്? അതിനെ എന്താ ന്യായീകരിക്കാത്ത? ഇന്നും കോൺഗ്രസിന് മേളിലോട്ടാണ് കയറുന്നത്. ഇന്നും മുഖ്യമന്ത്രി മുഴുവൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിൻ്റെ മേൽ കുതിര കയറാനാണ് ശ്രമിക്കുന്നത്. 2 യുവാക്കളെ വെട്ടി ഞുറുക്കി അരിഞ്ഞു വീഴ്ത്തി അവരുടെ ചിതയുടെ കനലരിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഇന്നും ഘോരഘോരെ സംസാരിക്കുന്നത് കോൺഗ്രസിനെതിരായിട്ടാണ്. ഈ പറഞ്ഞ കുഞ്ഞിരാമൻ പോയതിനെക്കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? എന്തേ നിങ്ങൾ മിണ്ടാത്തത്? VPP മുസ്തഫയുടെ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങൾ എന്തേ പറയാത്തത്? അപ്പോൾ നിങ്ങൾ പറയുന്നു ഇതൊക്കെ തൃശ്ശൂർ സമ്മേളനത്തിന് ശേഷമല്ലേ സഖാവേ ഇതൊക്കെ നടന്നിട്ടുള്ളത്? VPP മുസ്തഫയുടെ പ്രസംഗം നടന്നിട്ടുള്ളതിന് ശേഷമല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോയി, കുറേ ആയുധങ്ങൾ കണ്ടെടുത്തു. നമുക്ക് കണ്ണിന് കാഴ്ചയുള്ളവർക്കെല്ലാം മനസ്സിലാവും ആ ആയുധങ്ങൾ യഥാർത്ഥ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളല്ലാന്ന്. അത് പറഞ്ഞപ്പോൾ ഇന്ന് പുതിയ ആയുധങ്ങൾ വന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതിനെ തങ്ങളുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി ബോധ്യമാകുന്നു. ഇതിനപ്പുറമായി ഇന്ന് KV കുഞ്ഞിരാമൻ കടന്നു ചിന്തിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഈ ശരത് ലാൽ എന്ന് പറയുന്ന ആൾ കൊടും ക്രിമിനലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അദ്ദേഹത്തിനെതിരെ എത്ര കേസുണ്ടായിട്ടുണ്ട്? ഒരു കേസുണ്ടായിട്ടുണ്ട്. അത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ജനുവരി 5 നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട. അതേസമയം പീതാംബരനെതിരെ എത്ര കേസുണ്ട്? എന്തേ KV കുഞ്ഞിരാമൻ പറയാത്ത പീതാംബരൻ കൊടും ക്രിമിനലാണെന്ന്? അപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ ആലോചിച്ച് ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്ത് നടത്തിയ ഈ കൊലപാതകം, ആ കൊലപാതകം പീതാംബരനെ അവസാനിപ്പിക്കുവാൻ നിങ്ങളുടെ പാർട്ടി മുൻകാലങ്ങളിലെ പോലെ തന്നെ വീട് ശ്രമിക്കുന്നു. ഞാൻ പൂർവ്വകാലങ്ങളിലേക്കൊന്നും താങ്കൾ പറഞ്ഞതുകൊണ്ട് തന്നെ, അങ്ങ് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പൂർവ്വകാലങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു കൊലക്കേസിൽ പോലും സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഒരു കോൺഗ്രസ്സുകാരനും പ്രതിയായിട്ടില്ല. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഞാൻ പറയുന്നത്. അതേസമയം ഞങ്ങൾക്ക് 3 പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 ചെറുപ്പക്കാരെ. ഷുഹൈബിനെ കഴിഞ്ഞ വർഷം 2018 ഫെബ്രുവരി മാസം 12-ാം തീയതി നഷ്ടപ്പെട്ടു. ഈ വർഷം ഫെബ്രുവരി 17-ാം തീയതി വീണ്ടും 2 പേരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഒരു കൊലക്കേസിലും പ്രതിയായിട്ടില്ല സഖാവേ. നിങ്ങളാണ് ഭരിക്കുന്നത്.
നിങ്ങളുടെ അന്വേഷണങ്ങളിലാണ് ശരി. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശരി, നിങ്ങളുടെ ജ്യോതി, പ്രതികൾ മറുപടി നിങ്ങൾ പറയാം. തീരുമാനിക്കുന്നു. ശ്രീ അവിടെയാണ് കെ പ്രശ്നം. വേണു, ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ CPM-ന്റെ ഹൃദയമെടുക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു എന്നാണ്. അതായത് CPM-നെ ഈ അവസരം ഉപയോഗിച്ച് നിശേഷം തകർക്കാം എന്ന് ചില കേന്ദ്രങ്ങൾ കരുതുന്നു എന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായും ഇത്രയും സെൻസിറ്റീവായ ഒരു കൊലക്കേസ്, ഒരു രാഷ്ട്രീയ കൊലപാതക കേസ് മാധ്യമങ്ങളിൽ ചർച്ചയാവും, സ്വാഭാവികമാണ്. ഇതിനു മുമ്പ് അഭിമന്യു വധം ഉണ്ടായപ്പോഴും ദിവസങ്ങളോളം മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലെ പ്രതികളെ കണ്ടെത്തുന്നവരെ വലിയ തരത്തിലൊരു സാമൂഹ്യ സമ്മർദ്ദം മാധ്യമങ്ങളും മറ്റ് പൊതുസമൂഹവും ഉയർത്തിയിട്ടുണ്ട്. സാംസ്കാരിക ലോകവും ഉയർത്തിയിരുന്നു അഭിമന്യു വധക്കേസിൽ. പക്ഷേ ഇവിടെ സാംസ്കാരിക ലോകം ഏറെക്കുറെ നിശബ്ദരാണ്. പക്ഷേ മാധ്യമങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇരയുടെ കുടുംബാംഗങ്ങളുടെ ആങ്സൈറ്റി, അവരുടെ ആശങ്കകൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നു മാധ്യമങ്ങളെ. ഹൃദയം എടുക്കാൻ, CPM-ന്റെ ഹൃദയം എടുക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിക്കുന്നു. ഇതിനെ അങ്ങനെയാണോ കാണേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതിൽ നിന്ന് തലയുരാൻ കഴിയും എന്ന ഒരു ചിന്തയിലാണ് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തന്നെ നിൽക്കുന്നത്. കാരണം ആസന്നമായ തെരഞ്ഞെടുപ്പ് അതിനിത് ദോഷകരമായി ബാധിക്കുമെന്ന് അല്പം രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ സംസ്ഥാന തലത്തിലുള്ള നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി അല്ല ഈ സംഭവം നടന്നത് എന്നുള്ള വാദം അംഗീകരിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ അവരറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിക്കാൻ അനുവദിക്കുകയില്ല. കാരണം അത് രാഷ്ട്രീയമായിട്ട് ദോഷമുണ്ട്. പക്ഷേ ജില്ലാതലത്തിലും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട പോലെ തന്നെ ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും കൃത്യമായി അത് പാർട്ടി തലത്തിൽ തന്നെയുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നത് എന്നുള്ളതിൽ ഞാൻ സംശയമില്ലാത്ത കാര്യമാണ്. അത് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ തങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടുന്നത് ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായൊരു സ്വഭാവമുണ്ട്. അതിൽ നിന്ന് അതിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറച്ചു കാലമായി വലിയ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വ്യാപനത്തെ അല്പമൊന്ന് നിയന്ത്രിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന കാലഘട്ടത്തിൽ തുടർച്ചയായി ഉണ്ടായ സംഘടനകൾ ഏറെക്കുറെ മറ്റെല്ലാ പാർട്ടിക്കാരെയും കൊലപ്പെടുത്തുകയും ഏറ്റവും വലിയ കൊലപാതകങ്ങൾ നടത്തിയ സംഘടന മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് തെളിയിക്കപ്പെടുകയും ചെയ്തതാണ് ആദ്യത്തെ കുറച്ച് നാളുകളിൽ തന്നെ. പക്ഷെ പിന്നീട് കുറച്ചൊന്ന് ശാന്തമായി വരികയുണ്ടായി. കാരണം അത്തരമൊരു അധികം കൊലപാതകത്തിലേക്ക് അങ്ങോട്ട് അധികം പാർട്ടിയെ അങ്ങ് കയറൂരി വിടാത്ത ഒരു നിയന്ത്രണങ്ങൾക്ക് ശ്രമിക്കുന്നതായിട്ട് തോന്നിച്ചിരുന്നു. എത്രത്തോളം ശരിയായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാർട്ടിക്ക് സംസ്ഥാന തലത്തിലുള്ള നേതൃത്വത്തിനൊക്കെ തന്നെ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള നേതൃത്വം അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങണം അല്ലെങ്കിൽ മാറണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് അങ്ങനെ ആ പാർട്ടിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ശ്രമങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പ്രാദേശിക തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ശത്രുക്കളെ, എതിരാളികളെ ഉന്മൂലനം ചെയ്യാനാണ്, നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ പാർട്ടികൾ അവരുടെ എല്ലാ തരത്തിലുള്ള പരിമിതികളുള്ളപ്പോഴും അവരുടെ ഒരു സവിശേഷതയുള്ളത് പ്രതിപക്ഷ ബഹുമാനം എന്നത് അവർ പരിശീലിപ്പിക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയ പരിശീലനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം മറ്റൊരു പ്രതിപക്ഷവും കൂടി മറ്റു പാർട്ടികൾ കൂടി നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ധാരണ അവർക്കുണ്ട്. എന്നാൽ CPM-നെ പോലുള്ളൊരു പാർട്ടി അടിസ്ഥാനപരമായി അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല അവരുടെ പാർട്ടികളെ, അവരുടെ അണികളെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യ പാർട്ടി ആവണം. മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ജനാധിപത്യ പാർട്ടി ആവാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. CPI അടുത്ത കാലത്ത് തൊഴിലാളർക്ക് സർവാധിപത്യം എന്നുള്ള ഏക പാർട്ടി ഭരണത്തിൻ്റെ ലക്ഷ്യം പാർട്ടി പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല. അവരവരുടെ അന്തിമമായി അവരുടെ ലക്ഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. തങ്ങളുടെ പാർട്ടിക്ക് മാത്രം ഭരണമുള്ള അധികാരമുള്ള ഒരു അന്തിമ ലക്ഷ്യത്തെക്കുറിച്ച് അണികളെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ പഠിപ്പിക്കുകയും ആ നിലപാടിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. അതിൻ്റെ സ്വാഭാവിക ഫലമാണ്. കെ എൻ ബാലഗോപാൽ, ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ചില സംശയങ്ങൾക്ക് പോലും ആ സംശയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്ന് പോലും പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഒന്ന്, ഈ കുഞ്ഞിരാമൻ MLA ഈ പീതാംബരൻ്റെ വീട് സന്ദർശിച്ച സംഭവം, അതേ തുടർന്ന് അതിന് തൊട്ട് മുമ്പ് തന്നെ പീതാംബരൻ്റെ ഭാര്യ ഇത് പാർട്ടി അറിയാതെ നടക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് കുഞ്ഞിരാമൻ ആ വീട് സന്ദർശിച്ചത്. ആ കുഞ്ഞിരാമൻ ആ വീട് സന്ദർശിച്ചത് എന്തിനാണ് എന്ന് ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, ഇത്രയും സെൻസിറ്റീവായ ഒരു പ്രശ്നത്തിൽ ഇത്രയും സംശയങ്ങൾ ഉന്നയിക്കുക ഇവിടെ ഒരു ഗംഗാധരൻ എന്ന ഒരു മുതലാളി, ആ മുതലാളിയെക്കുറിച്ചാണ് കൃഷ്ണൻ്റെ അച്ഛൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ കൊട്ടേഷൻ സംഘം വന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അപ്പോൾ ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കെ മറ്റൊരു ഏജൻസി അന്വേഷിക്കുകയാണ് നല്ലത്, കേരളത്തിന് പുറത്തുള്ളൊരു ഏജൻസി അന്വേഷിക്കുകയാണ് നല്ലത് എന്ന് ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബവും
പ്രതിപക്ഷവും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ CBI അന്വേഷണം എന്ന ആവശ്യത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർ നിൽക്കുന്നത്? അത് രാഷ്ട്രീയ കാരണങ്ങളാണോ, രാഷ്ട്രീയമായി അതിനെ ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണോ? പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആണെങ്കിൽ ധാരാളം ആശങ്കകൾ ഉണ്ടാവാം. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും വരുന്ന ഒരു ശങ്ക, ഇപ്പോൾ കേരള പോലീസ് കേരള സർക്കാരിന് കീഴിലാണ്, അത് CPM നേതൃത്വത്തിലുള്ളതാണ്. അതുപോലെ തന്നെ CBI കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ്, BJPയുടെ കീഴിലുള്ളതാണ്. മറ്റ് ചില വിഷയങ്ങളിൽ CBIയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് വാദിക്കുന്ന കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഈ CBI വരണമെന്നാവശ്യപ്പെടുന്നത് CPM വിരോധം കൊണ്ട് മാത്രമല്ലേ? ഈ കേസിൽ CBI ഉപയോഗിച്ച് അവരെ ഒതുക്കിക്കളയാമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞങ്ങളുടെ പൂർവ്വകാല ചരിത്രം അങ്ങനെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായപ്പോൾ പോലും അതിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ എപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അപ്പോൾ തന്നെ അത് CBIക്ക് റെഫർ ചെയ്യുന്ന രീതിയിലേക്കാണ് കഴിഞ്ഞ UDF സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു ആശങ്ക ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ആര് പറഞ്ഞാലും അപ്പോൾ തന്നെ അത് കേന്ദ്രത്തിന് കൊടുക്കുന്നതാണ് പതിവ്. ഞാനൊരു ഉദാഹരണം പറയാം. അരിൽ ഷുക്കൂറിൻ്റെ കേസിനകത്ത് ഇത്തരത്തിൽ അരിൽ ഷുക്കൂറിൻ്റെ മാതാവ് CBIക്ക് വിടണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് ക്യാബിനറ്റ് കൂടി കൊടുത്തു. പക്ഷേ CBI ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് അതേ മാതാവ് ഹൈക്കോടതിയിൽ പോയി അവരോട് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോഴും അന്ന് CBI തയ്യാറായില്ല. പിന്നീട് ജസ്റ്റിസ് കമാൽ പാഷ നിർബന്ധ ബുദ്ധിയാൽ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ CBIക്ക് ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഇപ്പോൾ 4 കൊലപാതകങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കണ്ണൂർ ജില്ലയിൽ CBI തന്നെ. അപ്പോൾ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ CBIക്ക് വിടുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. നമുക്ക് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വിടാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായി ഇതേ നമ്മുടെ മുന്നിലുള്ള പോകാൻ വഴിയുള്ളൂ. അത് UDF സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ എടുത്തിരുന്ന നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നത്. അതുമായി മുന്നോട്ട്. ശരി ജ്യോതികുമാർ, ഞാൻ KN ബാലഗോപാലിലേക്ക് ഒരു നിമിഷം ഞാൻ മടങ്ങി വരാം. ജ്യോതികുമാർ, ഒരു നിമിഷം. ശ്രീ KN ബാലഗോപാൽ, എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തെ നിങ്ങൾ ഭയക്കുന്നത്? CBI അന്വേഷണത്തെ ഭയക്കുന്ന പ്രശ്നമൊന്നുമില്ല. ആദ്യമേ എൻ്റെ കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, മാറാട് കലാപം CBI അന്വേഷിക്കണം. മാറാട് കലാപം വലിയൊരു സംഭവമായിരുന്നല്ലോ. ആ മാറാട് കലാപം CBI അന്വേഷിക്കണമെന്ന് വലിയ ശക്തമായ ആവശ്യം എല്ലാ കോർണറിൽ നിന്നും വന്നു. മാറാട് കലാപം അന്വേഷിക്കാൻ വേണ്ടി CBIക്ക് വിടാൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറായില്ല. പിന്നീട് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ വന്നു. ആ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. ഞാനന്ന് ഗവൺമെൻറ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രിയുടെ എന്നുള്ളതുകൊണ്ടാണ് എനിക്കറിയുന്നത്. അത് അന്വേഷിക്കാൻ CBI അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഗവൺമെൻറ്റാണെന്ന് അവിടെ UPA ഗവൺമെൻറ്റാണ്, അവരന്വേഷിക്കാൻ തയ്യാറായില്ല. മാറാട് കലാപം എന്ന് പറഞ്ഞാൽ വലിയ വിവാദമായൊരു സംഭവമാണല്ലോ. അതുപോലെ തന്നെ ഞാൻ വേറൊരു അഴിമതി കേസിൻ്റെ പറയാം. ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പല മന്ത്രിമാരെ എല്ലാം ആരോപണ വിധേയമായ 10,500 കോടി രൂപ KMML ടൈറ്റാനിയം ഒക്കെ അതിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ട് CBI അന്വേഷിക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. അന്വേഷിക്കാൻ തയ്യാറായില്ല. ഞാൻ 2 കാര്യം ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ, എല്ലാം CBIക്ക് വിട്ടുന്നുള്ളത്. CBIയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞ താങ്കളുടെ ചോദ്യം തന്നെയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. കേരളത്തിൽ ഗവൺമെൻറ് CPMന് നേതൃത്വം ഇപ്പം ഉള്ള ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്, നേരത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അപ്പോൾ പോലീസ് അങ്ങനെ ഒരു ഗവൺമെൻറ് അന്വേഷിക്കാൻ പോലീസിനെ മൊത്തം നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രത്തിലിരിക്കുന്നത് CBI നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇപ്പോൾ BJP ഭരിക്കുമ്പോഴും അവർ CBI എങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത്? കൂട്ടിലിട്ട തത്ത എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലേ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നു. പല കേസുകളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് P. ജയരാജൻ്റെ കേസ് കോടതി കൊണ്ടുപോയല്ലോ. എന്താ കോടതി കൊണ്ടുപോയിട്ട് അതിനകത്ത് എന്തുവേണ്ടി ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു, ഡീറ്റെയിൽസ് പറഞ്ഞു. അതിനകത്തെ സംബന്ധിച്ച് കേസിനകത്ത് ആളുകളെ പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് CBI ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബംഗാളിൽ ഇപ്പോൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം CBIക്കെതിരെ നടന്നല്ലോ. വലിയ ഭരണഘടനാപരമായ പ്രശ്നം വന്നല്ലോ. അന്ന് കോൺഗ്രസ് നേതൃത്വം അതിന്റെ കൂടെ പോയി നിന്നില്ലേ? ശരി, സംശയം ആ സംസ്ഥാന എല്ലാ കേസുകളും CBI രാഷ്ട്രീയ പ്രേരിതമായി, എല്ലാ കേസുകളും CBI ഇങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായി തന്നെ അന്വേഷിക്കുക എന്നുള്ളൊരു മുൻവിധിയോടെ ഞാൻ പറഞ്ഞൊന്ന് അവസാനിപ്പിച്ചോട്ടെ. ഈ കേസിനകത്ത് എല്ലാത്തിനകത്തും രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഇത് സാധാരണ ഒരക്രമ കേസാണ്.
അക്രമത്തിൻ്റെ കേസ്, ഒരക്രമ കേസ് ഉണ്ടാകുമ്പം അതിനകത്ത് കൊലപാതകം ഉണ്ടാകുമ്പം ആ കൊലപാതകത്തിനെ പറ്റി അന്വേഷിക്കാൻ നമ്മുടെ കേരളത്തിലെ പോലീസിൽ ഒരാൾ പോലും ഇല്ല. പോലീസേ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എവിടെയാണ് നിയന്ത്രിക്കാൻ പറ്റുക? ഈ കേസിനെ സംബന്ധിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണൻ, ഈ മരിച്ച ആ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ പറഞ്ഞടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കാൻ പറ്റുമല്ലോ. പോലീസോ ക്രൈംബ്രാഞ്ചോ നമ്മുടെ ഏജൻസികൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ പറയുന്ന പോലെ ഇങ്ങനെ അവർ ഈ ഏതെങ്കിലും ഒരു ചിട്ടയ്ക്കകത്ത് മാത്രം ഒന്ന് ചെയ്യുന്നവരാണോ? പോലീസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണോ? അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി ഇന്നലെ വരെ ഭരണത്തിലിരുന്ന, ഇന്ന് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പാർട്ടി ഇങ്ങനെ ഉത്തരവാദിത്തരഹിതമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതേ ഉള്ളതിനകത്ത് പ്രശ്നം. നിയമപരമായ കാര്യം വരട്ടെ. കേരളത്തിലെ പോലീസ് മുഴുവൻ കുഴപ്പം, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മൊത്തം കുഴപ്പം, പരീക്ഷ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾമാർ മൊത്തം കേരളത്തിലെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണ് അതിനെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ രാഷ്ട്രീയ അഫിലിയേഷൻ ഈ ഭരണകക്ഷിയോടാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിലൊരു പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകം ഒരു സംശയം അപ്പോൾ ഈ രണ്ട് കക്ഷികളിലും പെടാത്ത കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള CBI അന്വേഷിച്ചാൽ എന്താണ് പ്രശ്നം? ഇനി എല്ലാ കേസുകളും CBI രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷിക്കുകയുള്ളൂ എന്ന ആശങ്കാസ്ഥാനത്തല്ലേ? എന്ന് മാത്രമല്ല, ഇന്ന് നോക്കൂ, ഇന്ന് ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ, ഇന്ന് ലാവ്ലിൻ കേസ് അടിയന്തരമായി ഇപ്പോൾ തന്നെ പരിഗണിച്ചു കളയാമെന്ന് സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞപ്പോൾ പ്രതിഭാഗത്തുള്ള വക്കീലും അതുപോലെ CBIയുടെ വക്കീലും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു, വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഹോളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് വിചാരണ ആരംഭിച്ച് അന്തിമ വിചാരണ മതി എന്ന് പറയുന്നു. അപ്പോൾ അതിൽ രാഷ്ട്രീയം കാണാത്ത നിങ്ങൾ CBIയുടെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ രാഷ്ട്രീയം കണ്ടാൽ നമ്മുടെ കേസന്വേഷണം എവിടെ എത്തും? ഇതിനകത്ത് ഞങ്ങൾ CBIക്കകത്ത് രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പോൾ താങ്കൾ പിന്നെ ഒരു പത്രപ്രവർത്തകൻ എന്നല്ലേ ഞങ്ങളെ സംബന്ധിച്ച വിമർശനങ്ങളുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ മീഡിയ വൺ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ആ ഒരു പത്രപ്രവർത്തകൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും പത്രപ്രവർത്തനത്തിൻ്റെ രീതിയെപ്പറ്റി പറയുന്ന പോലെ തന്നെയാണ് കേരളത്തിലെ പോലീസ്, കേരളത്തിലെ ഗവൺമെൻറ് സംവിധാനം, കേരളത്തിലെ ജുഡീഷ്യറി ഒന്നും കൊള്ളത്തില്ല. ഞങ്ങൾ പ്രതിപക്ഷമാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കൊള്ളത്തില്ല. ഞങ്ങൾ ഭരണത്തിലാണ്, എല്ലാം കൊള്ളാം എന്ന് പറയുന്ന രാഷ്ട്രീയ ആൾക്ക് മനസ്സിലാവും. ഇവിടെ ഒന്നാമത് നമ്മൾ മാതൃകാപരമായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്താ? ഇത്തരം അക്രമങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് പോയി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി അംഗീകരിക്കില്ല. അതിനകത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ ഒരു പാർട്ടി എന്ന നിലയിൽ നേരിടേണ്ടി വരും. പല പ്രാവശ്യം പാർട്ടി നേതൃത്വം ആവർത്തിച്ചതാണ്. ശ്രീ കെ എൻ ബാലഗോപാൽ, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ കേസന്വേഷണം ആരംഭിച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ അതിനു മുൻപ് ഈ കേസന്വേഷണം ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിക്കാം CPM-ന്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ മടങ്ങി വരാം. കെ എൻ ബാലഗോപാൽ, അംഗീകരിക്കേണ്ട കാര്യമെങ്കിൽ അംഗീകരിക്കണം. അജിംസെ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേസന്വേഷണം ആരംഭിച്ചിട്ടല്ല. ഇന്നലെ SP പറഞ്ഞിരിക്കുന്നു കേസന്വേഷണം പൂർത്തിയായി, ഞങ്ങൾക്ക് പ്രതികളെല്ലാം കിട്ടിക്കഴിഞ്ഞു, ഞങ്ങൾ സറണ്ടർ റിമാൻഡ് ചെയ്യിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അത് പറയുമ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് ഇവിടുന്ന് തലസ്ഥാന നഗരിയിൽ നിന്ന് ഉത്തരവിറങ്ങുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് വിടുമ്പോൾ അവിടെ SP പറയുന്നു, ഞങ്ങളെല്ലാം അന്വേഷണം പൂർത്തിയാക്കി, പ്രതികളെ പിടിച്ച് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി റിമാൻഡ് ചാർജ് ഷീറ്റ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ തുടങ്ങിയതല്ല. പക്ഷേ ഈ അന്വേഷണത്തിൽ ധൃതി, ഈ അന്വേഷണത്തിൽ ആദ്യം മുതൽ പാർട്ടിയിലും പോലീസിലും ഉണ്ടായിട്ടുള്ള ധൃതി പിടിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് പീതാംബരനിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമം, കുൽസിതമായ ശ്രമം, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒന്ന്. രണ്ട്, അതിന് അടിസ്ഥാനപരമായ കാരണങ്ങൾ ഞാൻ നിരവധി പറഞ്ഞു അജിംസെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ശ്രീ കെ എൻ ബാലഗോപാൽ ഇവിടെ പലതിനും മറുപടി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ചരിത്രവും പുരാണവും ഒക്കെ പറഞ്ഞ് ഒരുപാട് പോവുകയാണ്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ മാധ്യമങ്ങളെ തള്ളിപ്പറയുന്നു. എന്തുകൊണ്ടാണ്? അവർ ഈ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ട് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് പ്രശ്നം. അതേസമയം ഇന്നലെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? ഇവിടുത്തെ സാംസ്കാരിക നായകരെ മുഴുവൻ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നു. അവർക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയവർക്കെതിരെ ഇന്ന് കേസെടുത്തിരിക്കുന്നു. എന്താ കാര്യം? അവർ മിണ്ടുന്നില്ല. അവരെ ഈ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് മൗനം പാലിക്കുന്നു. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ജനാധിപത്യ ബോധം എത്രത്തോളം ഉണ്ടെന്ന് അജിംസ് ഒന്ന് ചിന്തിക്കണം. ഒന്ന്. രണ്ട്, ഇപ്പം നിങ്ങളുടെ TV ചാനലിൽ കാണിക്കുന്ന സ്ക്രോൾ ബാൾ കാണിക്കുന്നു CPM-ൻ്റെ ഹൃദയം എടുക്കാൻ നീക്കം. ആരാ പറയുന്നത്? കോടിയേരി ബാലകൃഷ്ണൻ. ഈ CPM-ന് ഹൃദയമുണ്ടോ? ഈ CPM-ന് ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ CPM-ൻ്റെ മുഖ്യമന്ത്രി ഇന്ന് ആ വീട്ടിൽ പോകില്ലായിരുന്നോ? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി വീട്ടിൽ പോകില്ലായിരുന്നോ? ഒരു വാക്ക് ഫോണിൽ വിളിച്ച് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയില്ലായിരുന്നോ? ചെയ്തിട്ടുണ്ടോ? ഫോണിൽ ശരി, ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല, ശരിയാണ്. ഫോണിൽ നിങ്ങൾ വിളിച്ചോ? ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എത്രത്തോളമുണ്ട്? നിങ്ങൾക്ക് എവിടെയാണ് ഹൃദയമുള്ളത്? എന്നിട്ട് നിങ്ങൾ പറയുന്നു മന്ത്രി ചന്ദ്രശേഖരനോട് ചെന്നപ്പോൾ കോൺഗ്രസ്സുകാർ തെരുവഭിഷേകം നടത്തിയെന്ന്. ആരാ പറയുന്നത്? CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഒന്ന് മനസ്സിലാക്കണം അജിംസെ, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ മീഡിയക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു ചന്ദ്രശേഖരനോടൊപ്പം. ആരെങ്കിലും എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? CBI അന്വേഷണം ആവശ്യപ്പെട്ടത് ആ കൊല്ലപ്പെട്ടവരുടെ പിതാക്കന്മാർ മാത്രമാണ്. എന്നിട്ട് എന്തേ ഇങ്ങനെ കള്ളത്തരം പറയുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി? നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്
മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ കൊലവിളി, മുഖ്യമന്ത്രി ഇന്ന് നടത്തുന്നത് മുഴുവൻ കോൺഗ്രസിനെ ആക്ഷേപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും സംസാരിക്കുകയാണ്. അദ്ദേഹം അരി തിന്നതുമല്ല, മറ്റവരെ കടിച്ചതുമല്ല, പിന്നെയും പിണറായിക്കാണ് മുറുമുറുപ്പ്. അജിംസ് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, കണ്ണൂരിൽ ജയരാജന്മാരാണെങ്കിൽ, കോഴിക്കോട് കാരായിമാരാണെങ്കിൽ, കാസർഗോഡ് കാലന്മാരായി കുഞ്ഞിരാമന്മാർ മാറിയിരിക്കുന്നു. പുതിയ ചിത്രമാണ് നമ്മൾ കാണുന്നത്, പുതിയ രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത്. ആ 3 ജില്ലയിലും ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാർ വളർന്നു വരുന്നു. ഇത് കേരളത്തിന് ആപത്താണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ഇതിലൊരു CBI എൻക്വയറി ആവശ്യമുണ്ട്. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തേണ്ടതുണ്ട്, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്, അവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് CBI എൻക്വയറി തന്നെയാണ് ആവശ്യം. അല്ലാതെ എസ് ശ്രീജിത്തിനെ ഏൽപ്പിച്ചാൽ എല്ലാം നടക്കുമെന്നാണ് ശ്രീ ബാലഗോപാൽ പറയുന്നതെങ്കിൽ നമ്മൾ കണ്ടതാണ്. കുറേ ഒരു SP ഉൾപ്പെടെ ഇടപെട്ട കേസ്, കൊലക്കേസ്, അതിനകത്ത് അദ്ദേഹത്തെ എങ്ങനെ സംരക്ഷിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ശബരിമല വിഷയം നമ്മൾ കണ്ടതാണ്. SP ശ്രീജിത്തിനെ തന്നെ കണ്ടെത്തി കൊടുക്കും. സമയക്കുറവുണ്ട്. ശ്രീ കെ വേണു, ഈ സാംസ്കാരിക ലോകത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ്, പ്രത്യേകിച്ചും VT ബൽറാം MLA പോലുള്ളവർ തുറന്നു തന്നെ അക്കാര്യം പറയുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമായി വാഴപ്പിണ്ടി സമരമൊക്കെ നടത്തി കഴിഞ്ഞു. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അഭിമന്യു എന്നൊരു ക്യാമ്പസ് വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടത്. ആ സമയത്ത് സാംസ്കാരിക കേരളം നടുങ്ങി തെറിച്ചിരുന്നു. പക്ഷേ സമാനമായി തന്നെ രാഷ്ട്രീയ കൊലപാതകം ഇക്കാര്യത്തിൽ 2 യുവാക്കളുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രതികരണവും സാംസ്കാരിക ലോകത്തൊന്നും ഉണ്ടായില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിലാണ്. അത് കോടിയേരി ബാലകൃഷ്ണൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞതുപോലെയല്ല, ഞങ്ങൾ ഈ തിരിച്ചടി രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഇതിനെ രാഷ്ട്രീയമായി കാണുമ്പോൾ, സാംസ്കാരികമായി കാണുമ്പോൾ ഇതൊരു നിർണായക ദശാസന്ധിയല്ലേ? ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രഖ്യാപനത്തോട് സാംസ്കാരിക ലോകവും മലയാളി പൊതുസമൂഹവും ഒറ്റക്കെട്ടായി നിന്ന് ഒരു സമ്മർദ്ദമുയർത്തിക്കൊണ്ട് ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ആവശ്യമായ ഒരു സാമൂഹ്യ സാഹചര്യം ഒരുക്കേണ്ടതല്ലേ? വളരെ ചുരുക്കി. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവനയെ അങ്ങനെ മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് ആസന്നമായതുകൊണ്ട് അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ പറഞ്ഞു എന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള രാഷ്ട്രീയമായ തയ്യാറെടുപ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും നടത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഒരു പ്രസ്താവന ശരി തന്നെ, അത് നല്ല കാര്യം തന്നെയാണെന്നുള്ളത് ശരിയാണ്. സാംസ്കാരിക നായകന്മാർ പൊതുവിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പം അധികം ഇവിടെ പ്രതികരിക്കാറില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് എല്ലായ്പ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ളൊരു വലിയ തയ്യാറെടുപ്പ് മാർക്സിസ്റ്റ് പാർട്ടി പോലുള്ളൊരു പാർട്ടിയുടെ രാഷ്ട്രീയ സമീപനത്തിൽ കാര്യമായ പൊളിച്ചെഴുത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് കൃത്യമായ രീതിയിലുള്ളൊരു മാറ്റത്തിലേക്ക് നീങ്ങാൻ അവരെത്രത്തോളം സജ്ജമായിട്ടുണ്ട്. അത്തരത്തിലൊരു മാറ്റത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുപോകാനെങ്കിലും മാധ്യമങ്ങൾ നടത്തുന്ന ഈ ചർച്ച അതിനെ പോസിറ്റീവായി തന്നെ കണ്ടുകൊണ്ട് അത്തരത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ KN ബാലഗോപാൽ, ജ്യോതികുമാർ ചാമക്കാല, ശ്രീ K വേണു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്.